ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 7ാമത്തെ ചാപ്റ്ററായ ഗതാഗതം ആശയവിനിമയ സംവിധാനം. ഈ ചാപ്റ്ററിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. വാഹനം എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ എ, വഹിച്ചുകൊണ്ട് പോകുന്നത്. വാഹനം എന്ന പദത്തിന്റെ അർത്ഥം വഹിച്ചുകൊണ്ട് പോകുന്നത്. എന്തിന്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്ത് മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്? ചക്രത്തിന്റെ കണ്ടുപിടുത്തം. ചക്രത്തിന്റെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്ത് മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഏതെല്ലാം നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം വളർന്നു വന്നത്? ഏതെല്ലാം നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം നിലനിന്നിരുന്ന സംസ്കാരം. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം നിലനിന്നിരുന്ന സംസ്കാരം മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം നിലനിന്നിരുന്ന സംസ്കാരം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. ഈ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന അർത്ഥത്തിലുള്ള സംസ്കാരം ഏതാണ്? റോമൻ സംസ്കാരമാണോ? അല്ല, മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന അർത്ഥമുള്ള സംസ്കാരം മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. ഇനി ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നു. 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൾപ്പട്ടയിൽ ചെമ്പാണി തറച്ച രീതിയിലാണ് ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇവർക്ക് ശേഷം ഈജിപ്തുകാർ, റോമാക്കാർ ചക്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗതാഗത മാർഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഗതാഗത മാർഗങ്ങൾ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ ഗതാഗത മാർഗങ്ങളാണ്. കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഡ് ഗതാഗതം, റെയിൽവേ ഗതാഗതം എന്നിവ ഏത് ഗതാഗത മാർഗത്തിൽ പെടുന്നു? റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം എന്നിവ ഏത് ഗതാഗത മാർഗത്തിലാണ് പെടുന്നത്? കരഗതാഗതം. കരഗതാഗതത്തിലാണ് റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും ഉൾപ്പെടുന്നത്. ഉൾനാടൻ ഗതാഗതം, സമുദ്ര ഗതാഗതം എന്നിവ ഏത് ഗതാഗത മാർഗത്തിൽ പെടുന്നു? ഉൾനാടൻ ഗതാഗതം, സമുദ്ര ഗതാഗതം എന്നിവ ജലഗതാഗതത്തിൽ പെടുന്നു. ജലഗതാഗതത്തിലാണ് ഉൾനാടൻ ഗതാഗതവും സമുദ്ര ഗതാഗതവും ഉൾപ്പെടുന്നത്. വ്യോമഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കും. അവ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാം. വ്യോമഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ദേശീയ വ്യോമഗതാഗതം, അന്തർദേശീയ വ്യോമഗതാഗതം. ദേശീയ വ്യോമഗതാഗതം, അന്തർദേശീയ വ്യോമഗതാഗതം എന്ന് വ്യോമഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ജലഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? ഉൾനാടൻ ഗതാഗതവും സമുദ്ര ഗതാഗതവും. ജലഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നതാണ് ഉൾനാടൻ ഗതാഗതവും സമുദ്ര ഗതാഗതവും. കരഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്ന ഏതൊക്കെയാണ്? റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. പഴയ കാലത്ത് കരഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന പാതകൾ ഏതെല്ലാം? പഴയ കാലത്ത് കരഗതാഗതത്തിന് ഉപയോഗിച്ചത് ഏത് പാതകളാണ്? ഓപ്ഷൻ എ, ഒറ്റയടി പാതകൾ, മൺപാതകൾ. പഴയ കാലത്ത് കരഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് ഒറ്റയടി പാതകളും മൺപാതകളുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി ഓപ്ഷൻസ് വായിച്ചു നോക്കാം. 1820 എഞ്ചിനീയർ ആയ JL മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളർ
മിഷനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾ ആണ് മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിൽ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം. ലോകത്തിൽ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. സുവർണ ചതുഷ്കോണം റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. സുവർണ ചതുഷ്കോണം റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെ കടന്നുപോകുന്നു. 12 സംസ്ഥാനങ്ങളിലൂടെ ഈ പാത കടന്നുപോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടുപിടിക്കുക. ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. ഈ മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൻചാറിനെയും പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ. താരതമ്യേന ചിലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാണ്, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് റോഡ് ഗതാഗതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്? ഏത് യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്? ആവിയന്ത്രം. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. ബ്രിട്ടനിൽ 1825 ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ച വ്യക്തി. ബ്രിട്ടനിൽ 1825 ആദ്യത്തെ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ച വ്യക്തി ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിൽ 1825 ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിക്കപ്പെട്ടത്. റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് ബ്രിട്ടനിലാണ്. റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് ബ്രിട്ടനാണ്. ആദ്യകാലത്ത് തീവണ്ടികളിൽ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് കൽക്കരിയാണ്. ആദ്യകാലത്ത് തീവണ്ടികളിൽ ഇന്ധനമായി ഉപയോഗിച്ചത് കൽക്കരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് 1825 ഇംഗ്ലണ്ടിലെ ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത്? സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ. സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1853 ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ പാത ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബോംബെ മുതൽ താനെ വരെ. ഒരുപാട് PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ മറക്കല്ലേ. 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ പാത ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ സർവീസ് നടന്നത് 1861. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിൽ പ്രധാന നഗരങ്ങളെ ആരംഭിച്ച റെയിൽവേ സർവീസ്? മെട്രോ റെയിൽ. മെട്രോ റെയിലാണ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആരംഭിച്ച റെയിൽവേ സർവീസ്. താഴെ പറയുന്ന മെട്രോ റെയിൽ സംവിധാനം നിലവിലില്ലാത്ത നഗരങ്ങൾ കണ്ടുപിടിക്കുക. മെട്രോ റെയിൽ സംവിധാനം നിലവിലില്ലാത്ത നഗരങ്ങൾ കണ്ടുപിടിക്കുക. ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും തന്നെ മെട്രോ റെയിൽ കടന്നു പോകുന്നുണ്ട്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിൽ മെട്രോ റെയിൽ കടന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ട്രെയിൻ ഗതാഗതം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. ഈ പറയുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയാണ്. മെസപ്പൊട്ടേമിയയിലെ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലയാനകൾ ഉപയോഗിച്ചിരുന്നു. മെസപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലയാനകൾ ഉപയോഗിച്ചു.
സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിൽ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ലോഥലിലാണ് കപ്പൽ നിർമ്മാണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പനിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. ദേശീയപാത 3 കടന്നുപോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ബന്ധിപ്പിക്കുന്നു. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ കടന്നുപോകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകളാണ് ഇത് രണ്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. ഈ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. ഡി ആണ് തെറ്റ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഇവിടെ ധാരാളം കനാലുകളുണ്ട്, ആലപ്പുഴയിലാണ്. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിന് വേണ്ടി യൂറോപ്യൻകാർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നു. ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കനോലി കനാൽ നിർമ്മിക്കപ്പെട്ട വർഷം. കനോലി കനാൽ നിർമ്മിച്ച വർഷം 1845. 1845 കനോലി കനാൽ നിർമ്മിച്ചത്. കനോലി കനാൽ നിർമ്മിച്ച ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാർ ജില്ലാ കളക്ടർ HV കനോലി. HV കനോലിയുടെ കാലഘട്ടത്തിലാണ് കനോലി കനാൽ നിർമ്മിച്ചത്. കനോലി കനാൽ ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ ബന്ധിപ്പിക്കുന്നത്. പാർവതി പുത്തനാർ ഏതെല്ലാം കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? വേളി കായലിനെയും കഠിനകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാർവതി പുത്തനാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ച അമേരിക്കയിലെ വ്യക്തികൾ ആരെല്ലാം? ഈ മുകളിൽ പറഞ്ഞ 2 പേരുമാണ്. ഓർവിൻ റൈറ്റും വിൽബർ റൈറ്റും കൂടെയാണ് ആദ്യ കാലഘട്ടത്തിലെ വിമാനത്തിന്റെ രൂപം അമേരിക്കയിൽ നിർമ്മിച്ചത്. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ആദ്യ വിമാനത്തിന്റെ പേര് ഫ്ലയർ 1. റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ആദ്യ വിമാനത്തിന്റെ പേര് ഫ്ലയർ 1. ഫ്ലയർ 1 അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ നിന്ന് പറന്നുയർന്ന ദിവസം 1905 ഡിസംബർ 5. 1905 ഡിസംബർ 5 ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന്റെ തുടക്കമായി അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള നൈനിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ട് വിമാനം പറന്നുയർന്ന വർഷം 1911. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയ വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയ വർഷം 1912. ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യ വിമാനം കമ്പനി ടാറ്റ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തിയത് ഏത് വർഷമാണ്? 1932. 1932 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹു ആണ്. മുംബൈയിലെ ജുഹു ആണ് ആദ്യത്തെ ഇന്ത്യയിലെ വിമാനത്താവളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. ഈ പ്രസ്താവനകളിൽ തെറ്റുള്ളത് ഡി ആണ്. പിന്നീടുള്ള കാലത്ത് ലിപികളും എഴുത്തുവിദ്യയും അവർ രൂപം നൽകിയില്ല എന്ന പ്രസ്താവനയാണ് തെറ്റ്.
പിന്നീടുള്ള കാലത്ത് ലിപികളും എഴുത്തുവിദ്യയും അവർ രൂപം നൽകി. അതാണ് ശരി. ആദിമ മനുഷ്യർ ശരീരം ഊഹചലനങ്ങളിലൂടെയും ശബ്ദത്തിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചു. ആദ്യ മനുഷ്യർ ശരീരം മുഖചലനങ്ങളിലൂടെയും ശബ്ദത്തിലൂടെയുമാണ് അവർ ആശയങ്ങൾ പ്രകടിപ്പിച്ചത്. പിന്നീട് ദൂരസ്ഥലങ്ങളിൽ ആയുള്ള ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായിട്ട് ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷത്തിനു മുമ്പാണ് മനുഷ്യൻ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടുപിടിക്കുക. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിലെ ലിപിയാണ് സുമേറിയക്കാർ ഉപയോഗിച്ചത്. ഇവ കളിമൺ ഫലകകളിൽ എഴുതിയിരുന്നു. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. സുമേറിയക്കാരുടെ ലിപി ക്യൂണിഫോം ലിപിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായ വിവരങ്ങൾ കണ്ടുപിടിക്കുക. ഈ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. ശിലകളിലും എഴുതാൻ ഉപയോഗിച്ച കൂർത്ത കല്ലുകളാണ്. ചെമ്പ് തകിടിൽ എഴുതാൻ ഉപയോഗിച്ചത് ലോഹ എഴുത്താണിയാണ്. താളിയോലകളിൽ എഴുതാൻ ഉപയോഗിച്ചത് എഴുത്താണിയാണ്. ശിലകളിൽ ഉപയോഗിച്ചത് കൂർത്ത കല്ലുകൾ, ചെമ്പ് തകിടിൽ എഴുതാൻ ഉപയോഗിച്ചത് ലോഹ എഴുത്താണി, താളിയോലകളിൽ എഴുതാൻ ഉപയോഗിച്ച എഴുത്താണി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച രാജ്യക്കാർ ആരാണ്? അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അച്ചടി സാങ്കേതിക വിദ്യ ആദ്യം കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റുള്ളത് കണ്ടുപിടിക്കുക. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ജർമ്മൻകാരനായ ഗുഡൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പൊ ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം ആദ്യം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായ ഗുഡൻബർഗ് ആണ്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. ഒരുപാട് PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളും ആശയങ്ങളും വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. എന്തൊക്കെയാ വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ വിനിമയം ചെയ്യുന്നതിനാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത് ടെലഫോൺ, ടെലഗ്രാം, ഇമെയിൽ, ഫോണ്, ഫാക്സ് എന്നിവയാണ്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനായി ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നു. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയ വിനിമയ ഉപാധികൾ. അത് ഏതൊക്കെയാണ്? വാർത്താവിനിമയ പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാറ്, തെരുവ് നാടകങ്ങൾ, ഇതെല്ലാം തന്നെ ബഹുജന ആശയവിനിമയ ഉപാധികളാണ്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.